ഇന്ന് പുലർച്ചെ ബ്രസീലും മൊറോക്കോയും തമ്മിൽ നടന്ന മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ ബ്രസീലിന് ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് ബ്രസീലിനെ പുച്ഛിക്കാനും പരിഹസിക്കാനും ഒക്കെ ആളുകളുണ്ട് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊറോക്കോ പഴയ മൊറോക്കോ അല്ല. ഖത്തറിൽ കണ്ട മൊറോക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന മൊറോക്കോയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഖത്തറിലെ മൊറോക്കോ ഡിഫെൻസീവ് ലൈനിൽ ഉറച്ചു നിൽക്കുന്ന ടീമായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിൽ മാത്രം മുന്നേറ്റ നിരയിലേക്ക് റൈഡ് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇത്തവണ തുടക്കം മുതൽ ബ്രസീലിനെ പോലെ ഒരു ടീമിനെ ആക്രമിച്ച് വിറപ്പിക്കുന്ന മൊറോക്കോയാണ് നമ്മൾ കണ്ടത്. ബ്രസീലിൻ്റെ ഹൈ പ്രസിംഗ് സിസ്റ്റത്തിനെയൊക്കെ പുഷ്പം പോലെയാണ് മൊറോക്കോ മറികടക്കുന്നത് കാണുന്നത്. ആദ്യ പകുതിയിൽ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒരു 7 മിനിറ്റിന് ശേഷം ബ്രസീലിനെ മൊറോക്കോ പ്രസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ മനോഹരമായിട്ടുള്ളൊരു ത്രൂ പാസിലൂടെ അവർ ഗോൾ നേടുകയും ചെയ്തു. ആ ഒരു ത്രൂ പാസിൻ്റെ കാര്യം, ബ്രാഹിം ത്രൂ പാസ് കൊടുത്തത് എന്താ ബ്രസീലിൻ്റെ പ്രതിരോധ നിരയുടെ പ്രസിംഗ് ഗെയിം പാളിയത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ പിഴവിൽ നിന്നാണ് ബ്രാഹിമിൻ്റെ ആ ഒരു ത്രൂ പാസ് പോയതും മൊറോക്കോ ആ ഗോൾ നേടിയതും. പിന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ മനോഹരമായിട്ടുള്ള ഗോളിനെ നമ്മൾ പറയാതിരുന്ന കുറഞ്ഞു പോകും. ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഞാൻ വിനീഷ്യസ് ഒരു ക്ലബ്ബ് പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ ഒരു ക്ലബ്ബ് പ്രൊഡക്റ്റ് ഒന്നും അല്ല. കൃത്യമായിട്ടുള്ള അവസരങ്ങളിൽ ടീമിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് വിനീഷ്യസ് എന്ന് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ മത്സരത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് റഫറിയുടെ പിടിപ്പുകേട് തന്നെയാണ്. റഫറി പക്ഷപാതപരമായിട്ട് പെരുമാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിൻ്റെ സമനിലയിൽ ഒതുങ്ങിപ്പോകുന്നതിനുള്ള കാരണം റഫറിയാണെന്ന് ഞാൻ ഇപ്പോഴും പറയും. കാരണം അഷ്റഫ് ഹാക്കിമി വിനീഷ്യസ് ജൂനിയറിനെ സ്റ്റഡ് ചെയ്യുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. ആ സ്റ്റഡിന് ഹാക്കിമിക്ക് നേരെ ഒരു ശിക്ഷാ നടപടികളും ഉണ്ടായില്ല. അത് കറക്റ്റ് സ്റ്റഡാണ്. റെഡ് കാർഡ് കിട്ടേണ്ട തരത്തിലൊരു ഫൗളാണ്. അത്തരത്തിലൊരു ഫൗളിനെ റഫറി കണ്ടില്ല എന്ന് വെച്ചത് ഭയങ്കര മോശമാണ്. അറ്റ്ലീസ്റ്റ് വാർണെങ്കിലും അത് വിടേണ്ടതായിരുന്നു. പിന്നെ മൊറോക്കോയുടെ 18 വയസ്സുകാരനായിട്ടുള്ള മിഡ്ഫീൽഡർ ബൗദി, ചെക്കൻ എന്നാ പൊളിയാടാ പൊളിക്കുന്നത്. കിടിലൻ കളി. അതായത് ബ്രസീലിൻ്റെ പേര് കേട്ട മധ്യനിരയെ പോക്കറ്റിലാക്കി. ചെറുക്കൻ്റെ കയ്യിൽ ഒരുപാട് ബാക്ക് പാസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ചെറിയ പ്രായത്തിൽ 18ാമത്തെ വയസ്സിൽ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിനെ പോക്കറ്റിലാക്കി മൊറോക്കോയുടെ മിഡ്ഫീൽഡിനെ ഒരു ചീഫ് ഓർക്കസ്ട്രേറ്ററിനെ പോലെ പുള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അവൻ ഈ വേൾഡ് ഫുട്ബോൾ അങ്ങോട്ട് അടക്കി ഭരിക്കും. മൊറോക്കൻ താരമാണെങ്കിലും ഫ്രാൻസിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഫ്രാൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ മൊറോക്കോയുടെ ഒരു ലെജൻഡായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ലില്ലയ്ക്ക് വേണ്ടിയൊക്കെ ഇട്ട ആൾ കളിച്ചിട്ടുണ്ട്. മിക്കവാറും PSG ചെക്കനെ തൂക്കും.